മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷനാണ് നടക്കുന്നത്. നോമിനേഷനിൽ ഷാനവാസിനും അനീഷിനും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല, കാരണം അവർ ജയിലിലാണ്. കുറച്ചു മുമ്പ് ഒനീലിൻ്റെ ഒരു കാഞ്ഞ ബുദ്ധി നമ്മൾ കണ്ടതാണ്. അതായത് അനുമോളോടും ആദിലയോടും ക്യാപ്റ്റൻസി നോമിനേഷനെ കുറിച്ച് സംസാരിക്കുന്നതും ആദിലയും അനുമോളെയും നോമിനേറ്റ് ചെയ്യുമെന്ന് ഒനീൽ പറഞ്ഞതും. ക്യാപ്റ്റൻസി നോമിനേഷന് വേണ്ടി ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിംഗ് ഏരിയയിൽ ഇരുത്തിയതിനു ശേഷം ഓരോരുത്തരായി വന്ന് രണ്ടുപേരെ പറയുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് പോയത് ഒനീലായിരുന്നു. കാരണം രണ്ടുപേര് ആദ്യം തന്നെ അങ്ങ് ഇട്ടുകൊടുത്താൽ എപ്പോഴും ആ പേരുകൾ തന്നെ റിപ്പീറ്റായിട്ട് മറ്റുള്ളവർ പറയും. സ്വാഭാവികമായിട്ടും ആ രണ്ടുപേരും ക്യാപ്റ്റൻസി ടാസ്കിൽ വരികയും ചെയ്യും. ചിലർ ക്യാപ്റ്റൻസി നോമിനേഷനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ബിഗ് ബോസ് പെട്ടെന്ന് വിളിക്കുമ്പോൾ ഒനിയിൽ ഇങ്ങനെ ഒരു പേര് പറയുമ്പോൾ ആ വ്യക്തിയുടെ പേര് തന്നെ നമുക്കും പറയാമല്ലോ എന്ന് വരെ പലരും ചിന്തിച്ചു പോകും. എന്തായാലും ഒനിയിൽ വളരെ തന്ത്രപരമായി അവിടെ കളിച്ചു. ആദ്യം തന്നെ പോയി ആദിലെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തു. പിന്നാലെ വന്ന് അനുമോള് ജിസേലിനെ ആട്ടോ നോമിനേറ്റ് ചെയ്തത്. എന്തായാലും നോമിനേഷൻ തുടങ്ങി ഒരു പകുതി ആകുന്നത് വരെ ഒനീലിൻ്റെ പ്ലാനിങ് അനുസരിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ലീഡ് ചെയ്ത് നിന്നത് ആദില, പിന്നെ അനുമോൾ, ലക്ഷ്മിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മി ഒനീലിൻ്റെ ആ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന വ്യക്തിയല്ല, പെട്ടെന്ന് കയറി വന്നതാണ്. എന്തായാലും ഇവരാണ് ലീഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. കാരണം ലക്ഷ്മി വന്ന് ജിസേലിനെ നോമിനേറ്റ് ചെയ്തു. ജിസേൽ കുറച്ചും കൂടി സ്ട്രോങ് ആകണം, കയ്യിൽ സ്റ്റിച്ച് വന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ ഫിസിക്കൽ ടാസ്കിനൊക്കെ വളരെ പുറകോട്ടാണ്, അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആകണമെന്ന് പറഞ്ഞ് ലക്ഷ്മി ജിസേലിനെ നോമിനേറ്റ് ചെയ്തു. പിന്നാലെ നെവീനും ജിസേലിനെ തന്നെ നോമിനേറ്റ് ചെയ്തു. ലാസ്റ്റ് നോമിനേഷൻ നടത്തേണ്ടത് ബിന്നിയായിരുന്നു. ബിന്നിയും ജിസേലിനെ തന്നെ നോമിനേറ്റ് ചെയ്തു. കാരണം ഈ തവണ ബാത്റൂം ടീം വളരെ നല്ലതായിരുന്നു. ജിസേൽ വളരെ ക്ലീൻ ആയിട്ട് ബാത്റൂമൊക്കെ നീറ്റായിട്ട് കൊണ്ടു നടന്നു എന്ന് പറഞ്ഞ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തു. നോമിനേഷൻ കഴിഞ്ഞ് ബിന്നി തന്നെ പറയുന്നുണ്ട്, ഞാൻ മനസ്സിൽ കണ്ടത് വേറെ 2 വ്യക്തികളെ ആയിരുന്നു, പക്ഷേ അവരുടെ പേര് ആരും പറഞ്ഞില്ല. നോർമലി വന്ന പേരുകളിൽ നിന്നും 2 പേരെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. കാരണം ആർക്കെങ്കിലും ക്യാപ്റ്റൻസി കിട്ടണമല്ലോ. ആരും പറയാത്ത ബിന്നിയുടെ മനസ്സിലുള്ള ആ 2 കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറഞ്ഞാൽ വെറുതെ ബിന്നിയുടെ നോമിനേഷൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബിന്നി അവിടെ ബുദ്ധിയിൽ കളിച്ചു. ജിസേലിൻ്റെ പേര് പറഞ്ഞു, പിന്നെ ലക്ഷ്മിയുടെ പേര് പറഞ്ഞു. അങ്ങനെ 4 വോട്ടുകളോടുകൂടി ജിസേൽ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. അതായത് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. 6 വോട്ടുകൾ വീതം നേടി ആദിലയും ലക്ഷ്മിയും വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒനീലിൻ്റെ പദ്ധതി വിജയം കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു. കാരണം ആദില നോമിനേഷനിൽ വന്നു. ഒനീല് ആദിലയോ അനുമോളയോ ക്യാപ്റ്റൻസി നോമിനേഷനിൽ കൊണ്ടുവരുമെന്ന് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആദിലയാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നത്. ഒനീല് പ്ലാൻ ചെയ്തതുപോലെ തന്നെ അനുമോളും ആദിലയും 2 പേരും നോമിനേഷനിൽ വരണമെങ്കിൽ അത് പക്ക ഗ്രൂപ്പിസം കളിക്കണം. അതായത് ബിഗ് ബോസ് ഹൗസിലെ ഒരു 3/4 ആൾക്കാരും ഗ്രൂപ്പിസം കളിക്കണം, എങ്കിലേ അങ്ങനെ നടക്കുകയുള്ളൂ. എന്തായാലും പുള്ളിയുടെ കാഞ്ഞ ബുദ്ധിയിൽ ആദിലയെ കൊണ്ടുവരാൻ സാധിച്ചു. ഇനി ക്യാപ്റ്റൻ ആരാകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.